രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി. നിഷേധാത്മക ഭാവന. ജീവിതം എനിക്ക് മടുത്തുവച്ച ആത്മഹത്യ ചെയ്യണം എന്ന തോന്നൽ ശക്തിയായി എൻ്റെ മനസ്സിൽ വരുന്നു. വീട്ടിൽ ചെന്നാൽ ഒരു സ്വസ്ഥതയുമില്ല. വീട്ടിൽ എത്തേണ്ട താമസം. അമ്മയുടെ പരിഭവം പറഞ്ഞു തുടങ്ങും. തൻ്റെ ഭാര്യയെക്കുറിച്ചുള്ള കുറ്റങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ട് അമ്മ കരച്ചിൽ തുടങ്ങും. അപ്പോഴേക്കും അവൾ അമ്മയെക്കുറിച്ചുള്ള ദൂഷ്യങ്ങൾ പറഞ്ഞ് ഏങ്ങലടിക്കും. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിവാഹം കഴിച്ച് കുറച്ചു മാസം കഴിഞ്ഞപ്പോൾ ആരംഭിച്ചതാണ്. എത്ര പറഞ്ഞിട്ടും രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. ഒരു മധ്യവയസ്കനായ മനുഷ്യൻ എൻ്റെ മുമ്പിലിരുന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഞാൻ അയാളെ സമാധാനിപ്പിച്ചു വിട്ടു. വീണ്ടും ഇടയ്ക്ക് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുമായിരുന്നു. ഒരു ദിവസം കേട്ടു, ആ മധ്യവയസ്കൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന്. ആത്മഹത്യ ചെയ്താൽ ഈ വഴക്കുകളും പ്രയാസങ്ങളും കേൾക്കേണ്ടി വരികയില്ലല്ലോ എന്ന് അയാൾ പലതവണ ചിന്തിച്ചു. അത് ഭാവനയിൽ കണ്ടു. ജീവകോശങ്ങൾ ക്ഷയോന്മുഖമായി. തൻ്റെ ശരീരത്തിലെ ഓരോ ജീവകോശവും നീ ആത്മഹത്യ ചെയ്യൂ, നിനക്ക് സമാധാനം കിട്ടും എന്ന് അവനോട് പറയുന്നതായി തോന്നി. അവസാനം അയാൾ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയാണ് നിഷേധാത്മകമായ ചിന്ത മനുഷ്യനെ നശിപ്പിക്കുന്നത്. നിഷേധാത്മകമായ ഭാവനയ്ക്ക് പ്രചോദനം നൽകുന്നത് അശുദ്ധരൂപിയാണ്. വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റേതുമായ നിഷേധാത്മകമായ ഭാവന എങ്ങനെയാണ് ഹെറോദിയായെ സ്നാപകയോഹന്നാൻ്റെ ശിരസ് വെട്ടിയെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ബൈബിളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ ഹെറോദോസിനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. തന്മൂലം ഹെറോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു. വിശുദ്ധ മാർക്കോസ് 6:18-19 വരെ. സ്നാപകയോഹന്നാനെ വധിക്കുന്നത് അവൾ ഭാവനയിൽ കണ്ടു. ആ ഭാവനയിൽ അവൾ മുഴുകിയിരുന്നു. അവളുടെ ശരീരത്തിലെ ജീവകോശങ്ങൾ അവളോടൊത്തു സഹകരിച്ചു. കൊലപാതക ചൈതന്യം സിരകളിൽ നിറഞ്ഞൊഴുകി. അവൾ അതിനായി തയ്യാറെടുത്തു. ദുർമോഹം ഗർഭധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. വിശുദ്ധ യാക്കോബ് 1:15 എന്ന് പറഞ്ഞതുപോലെ ഹെറോദിയായിക്ക് സ്നാപകയോഹന്നാനെ കൊല ചെയ്യാനുള്ള സമയം സമാഗതമായി. ഹെറോദിയായുടെ മകൾ നൃത്തം ചെയ്ത് ഹെറോദോസിനെയും പ്രമാണിമാരെയും സന്തോഷിപ്പിച്ചു. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി വരെയും ഞാൻ നിനക്ക് തരും. ഇത് കേട്ടപ്പോൾ പെൺകുട്ടിക്ക് രാജ്യത്തിൻ്റെ പകുതി ചോദിക്കാൻ താല്പര്യം തോന്നിക്കാണും. എന്നാൽ അമ്മയോട് ആലോചന ചോദിച്ചു. അമ്മ നിമിഷത്തിനുള്ളിൽ ഉത്തരം പറഞ്ഞു, സ്നാപകയോഹന്നാൻ്റെ ശിരസ്. വിശുദ്ധ മാർക്കോസ് 6:24. ആ പെൺകുട്ടി സ്തംഭിച്ചു പോയി. അമ്മയ്ക്ക് കുലുക്കമുണ്ടായില്ല. ഹെറോദിയ നിരന്തരം ഭാവനയിൽ ദർശിച്ചു കൊണ്ടിരുന്നത് സ്നാപകയോഹന്നാൻ്റെ കൊല ചെയ്യപ്പെട്ട ശരീരമായിരുന്നു. അതുകൊണ്ട് പണവും സമ്പത്തും അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. സ്നാപകയോഹന്നാൻ്റെ ശിരസാണ് അവൾക്ക് വേണ്ടിയിരുന്നത്. അമ്മയുടെ ദൃഢനിശ്ചയത്തിനു മുമ്പിൽ മകൾ പരാജയപ്പെട്ടു. മകൾ ഹെറോദോസിനോട് സ്നാപകയോഹന്നാൻ്റെ ശിരസ് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ രാജാവ് അവൻ്റെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ അയച്ചു. അയാൾ കാരാഗൃഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അയാൾ തല ഒരു തളികയിൽ കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. പെൺകുട്ടിയാകട്ടെ അത് അമ്മയെ ഏൽപ്പിച്ചു. വിശുദ്ധ മാർക്കോസ് 6:27-28 വരെ. നിഷേധാത്മക ഭാവന നശിക്കുന്നു. ക്രിയാത്മക ഭാവനയെയും നിഷേധാത്മക ഭാവനയെയും നാം കണ്ടു. അത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വരുത്തുന്ന മാറ്റം എത്ര ശക്തമാണെന്ന് നാം മനസ്സിലാക്കി. നമ്മൾ എപ്പോഴും ക്രിയാത്മക ഭാവന കൊണ്ട് നിറയുന്നവരായിരിക്കണം. ഈശോ തന്നെ അതിന് നല്ലൊരു തെളിവാണ്. പത്രോസിൻ്റെ ഗുരുനിഷേധവും ഈശോയുടെ ശിഷ്യസ്നേഹവും എത്ര സുന്ദരമാണ്. പത്രോസ് 3 പ്രാവശ്യം തൻ്റെ ഗുരുവിനെ അറിയുകയില്ലെന്ന് ആണിയിട്ട് പറഞ്ഞു. അത് ഈശോ മനസ്സിലാക്കി. അധികാരിയെ ധിക്കരിച്ചവനെ പുറത്താക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുകയല്ലാതെ അവന് അധികാരം കൊടുക്കുന്നത് സാധാരണമല്ല. പത്രോസിൻ്റെ കാര്യത്തിൽ ഈശോ എന്താണ് ചിന്തിച്ചതെന്ന് നോക്കൂ. പെട്ടെന്ന് ഭീരുത്വം കൊണ്ട് പത്രോസ് എന്നെ നിഷേധിച്ചെങ്കിലും അവൻ ഗംഭീരനാണ്, ശക്തനാണ്. അവന് തന്നെ സഭയുടെ അധികാരം കൊടുക്കണം. പത്രോസ് ധീരനാണ്, ശക്തനാണ് എന്ന് ഭാവനയിൽ കണ്ടതുപോലെ തന്നെ ഈശോ പത്രോസിനെ തൻ്റെ അടുത്ത് വിളിച്ച് 3 പ്രാവശ്യം സ്നേഹത്തിൻ്റെ പരസ്യ പ്രസ്താവന നടത്തി തൻ്റെ അധികാരം കൈയേൽപ്പിച്ചു. ഈശോ ചെയ്തത് പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് തുടർന്നുള്ള പത്രോസിൻ്റെ ജീവിതം തെളിയിച്ചു.
പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറഞ്ഞ പത്രോസിൻ്റെ ശക്തമായ പ്രസംഗം കേട്ടുകൊണ്ട് 3000-ഓളം പേർ സ്നാനം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായി. ഫരിസയർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്തെന്നാൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്കാവുകയില്ല. അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു. നടപടി 4:19 മുതൽ 21 വരെ. ഈശോ ഭാവനയിൽ കണ്ട ധീരതയുള്ള പത്രോസ് ഇവിടെ പ്രതികരിക്കുന്നു. ഹെറോദസ് രാജാവ് പത്രോസിനെ പിടികൂടി അവനെ പിടിച്ചു കാരാഗൃഹത്തിൽ അടച്ചതിന് ശേഷം കാവൽ നിൽക്കുവാനായി 4 പട്ടാളക്കാർ വീതമുള്ള 4 സംഘങ്ങളെ അയാൾ നിയോഗിച്ചു. പെസഹ കഴിയുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവനെ ഹാജരാക്കണമെന്നായിരുന്നു അയാളുടെ ഉദ്ദേശം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. നടപടി 12:4 മുതൽ 5 വരെ. 16 പട്ടാളക്കാർ സൂക്ഷിക്കാൻ തക്കവിധം ശക്തനായി തീർന്ന മുക്കുവനായ പത്രോസ് ഇതാ ഇവിടെയും ഈശോയുടെ ഭാവനയുടെ വിജയം. ഭീരുവിൽ ധീരനെ ദർശിക്കുന്ന ഭാവനയുടെ അതുല്യ വിജയം.